വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം എപ്രകാരമാണ്? തീർച്ചയായും സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തുടങ്ങിയ അതിശക്തമായ അതിതീവ്രമായ മഴ ഇപ്പോഴും തുടരുകയാണ്. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 29, അതായത് ഞായറാഴ്ച വരെ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. എറണാകുളം, ഇടുക്കി, അതുപോലെ തന്നെ തൃശ്ശൂര്, മലപ്പുറം, അതുപോലെ തന്നെ വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എറണാകുളം അടക്കം എല്ലാ മേഖലകളിലും ശക്തമായി തന്നെ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടടക്കമുള്ള പ്രശ്നങ്ങളും ഇപ്പോഴുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ ചാലക്കുടിയിലും എറണാകുളം മൂവാറ്റുപുഴയിലും അടക്കം പലയിടങ്ങളിലും വീടുകളിലടക്കം വെള്ളം കയറുന്ന കാഴ്ച, പുഴകൾ നിറയുന്ന കാഴ്ച ഒക്കെ ഇന്നലെ കണ്ടതാണ്. ഏതായാലും ആ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം, അതിൻ്റെ ഒരു പ്രതിഫലനമായാണ് മഴ ശക്തമായി തുടരുന്നത്. ഏതായാലും അത് ശക്തി കുറഞ്ഞാൽ മാത്രമേ നിലവിൽ മഴ കുറയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിശക്തമായ മഴ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലുമാണ് മഴയുടെ തീവ്രത കൂടുതൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വയനാട് അടക്കമുള്ള ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്തിറങ്ങിയത്. ഏതായാലും ഈ മഴ 29 വരെയാണ്. കനത്ത മഴയ്ക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ 28-ന് ഏതാണ്ട് 7 ജില്ലകളിൽ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 29-നും വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി പുതുക്കിയ സാധ്യത, ഒരു മഴ പ്രവചന സാധ്യത വരുമ്പോൾ ഒരുപക്ഷെ 5 ദിവസവും കൂടി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഏതായാലും പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് കൂടുതൽ മഴ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ആ മഴയുടെ സ്വഭാവവും അത് തന്നെയാണ്. പെട്ടെന്ന് രാത്രിയൊക്കെ പെയ്ത മഴയിൽ പെട്ടെന്ന് താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളം ഉയരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല ശക്തമായ കാറ്റും മഴയ്ക്കൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും 60 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന്, കേരള ലക്ഷദ്വീപ് തീരങ്ങളിലടക്കം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലടക്കം അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പുഴയോരങ്ങളിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കനത്ത ജാഗ്രത തന്നെ തുടരുകയാണ്. ഏതായാലും വിവിധയിടങ്ങളിൽ ഇന്നും ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 29 വരെ നിലവിൽ ഇതുവരെ ഇറങ്ങിയ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം 29 വരെ അതിശക്തമായ മഴ തുടരും സംസ്ഥാനത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർ.